Hello everyone. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ മണ്ണിൽ നിന്നുയർന്ന ഒരു മഹാകാവ്യം. കർഷകന്റെ വിയർപ്പും ദാരിദ്ര്യത്തിന്റെ ഖസവും മനുഷ്യന്റെ പ്രതീക്ഷയും ചേർന്ന ഒരു കഥ. തകഴി ശിവശങ്കര പിള്ളയുടെ കേരളത്തിന്റെ മണ്ണും മനുഷ്യനും പറയുന്ന അദ്ഭുതഗാഥ. ഇത് ഒരു മനുഷ്യന്റെ കഥയല്ല. അനവധി തലമുറകളുടെ, അനവധി രക്തത്തിന്റെ, അനവധി വിയർപ്പിന്റെ കഥയാണ്. ഒരു കയറുപോലെ തമ്മിൽ ചുരുങ്ങിയ ജീവിതങ്ങൾ, ബന്ധങ്ങളുടെ, അടിമത്തത്തിന്റെ, സമരങ്ങളുടെ കഥ. ആലപ്പുഴയുടെ കരിമണ്ണിൽ കൃഷിയിടങ്ങൾ നിറഞ്ഞുകിടക്കുന്നു. അവിടെയാണ് കഥ തുടങ്ങുന്നത്. പരയൻ കുഞ്ചപ്പൻ എന്ന കർഷകനോടൊപ്പം. കുഞ്ചപ്പൻ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കൈയിൽ വെട്ടുകത്തി എടുത്ത് നിലത്തിലേക്ക് പോകുന്നു. അവൻ ഒരു അടിമയാണ്. ഭൂമിയുടമയുടെ നിലം വെട്ടി കൃഷി ചെയ്താൽ മാത്രം അവന് ഭക്ഷണം കിട്ടും. ഭൂമി അവന്റേതല്ല, വീടും അവന്റേതല്ല, അവൻ തന്നെയാണ് സ്വന്തമല്ലാത്ത ജീവിതം നയിക്കുന്നത്. അവന്റെ ഭാര്യ ചീരകുട്ടി, കരുത്തുറ്റ സ്ത്രീ. പുലർച്ചെ മുതൽ രാത്രി വരെ കയർ ചീന്തി, കയ്യിൽ മുറിവുണ്ടാക്കി, വല നെയ്ത് ജീവിതം മുന്നോട്ടു നയിക്കുന്നു. പക്ഷേ ദാരിദ്ര്യം എവിടെ പോകും? കുട്ടികൾക്ക് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥ. ഇത് ആ കാലഘട്ടത്തിലെ കേരളത്തിന്റെ മുഖത്തെ കാണിക്കുന്നു. ജാതി, കുലം, അടിമത്തം ഇതായിരുന്നു പണ്ടത്തെ ഇവിടത്തെ നിയമം. നായർ കുടുംബങ്ങൾ ഭൂമിയുടെ ഉടമകൾ ആയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പറയൻ, പുലയൻ, ചാക്യൻ ഇവർ എല്ലാവരും അവരുടെ അടിമകൾ ആയാണ് കണക്കാക്കിയിരുന്നത്. നായർ കുടുംബം ഉയർന്നതയും വലിയ തറവാട്ടുകാരായാണ് കണ്ടിരുന്നത്. അവർക്കാണ് ഈ മുഴുവൻ പ്രദേശം നിയന്ത്രിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. കുഞ്ചപ്പൻ പോലുള്ളവർ അവരുടെ നിലത്താണ് പണി ചെയ്യുന്നത്. അവർക്ക് മനുഷ്യർ പണിയെടുക്കാൻ ഉള്ള സാധനം മാത്രമായിരുന്നു. നിലത്ത് പണി ചെയ്താലും കൃഷിയിറങ്ങിയാലും കേർ ചീന്തിയാലും കിട്ടുന്ന ശമ്പളം ഭക്ഷണത്തിനു പോലും മതിയാകുന്നതായിരുന്നില്ല. അവരെ ആര്യന്മാർ എന്നു വിളിക്കുന്നവർ ആധിപത്യം പുലർത്തുന്നു. അവിടെ ഒരിക്കൽ കുഞ്ചപ്പൻ പറയുന്ന ഒരു വാക്ക് മുഴുവൻ നോവലിന്റെയും ആത്മാവാണ്. അത് ഇതാണ്: മണ്ണ് നമ്മുടെ രക്തം കുടിച്ചിട്ടും നമ്മുടേതായില്ല. കാലം മാറിത്തുടങ്ങുന്നു. പുതിയ തലമുറയായ കുഞ്ഞുമാരൻ, കുഞ്ചപ്പന്റെ മകൻ ഇവർ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ ആയിരുന്നു. അവൻ പുതിയ ലോകത്തെ കാണാൻ സ്വപ്നം കാണുന്നു. എന്നാൽ സമൂഹം അതിന് സമ്മതിച്ചിരുന്നില്ല. താഴ്ന്ന ജാതിക്കാരൻ പഠിക്കാനോ എന്ന ചോദ്യം തന്നെ കുറ്റമായി മാറുന്നു. പള്ളിയിൽ പ്രവേശനം പോലും വിലക്കിയ ആ കാലത്ത് കുഞ്ഞുമാരൻ മുന്നോട്ടു പോവാൻ ശ്രമിക്കുന്നു. പക്ഷേ മണ്ണ് അവനെ വലിച്ചിഴക്കുന്നു. ചീരകുട്ടിയുടെ ജീവിതം രോഗത്തിലും പട്ടിണിയിലും ആവുന്നു. എങ്കിലും കയറിന്റെ വേരുകൾ പോലെ പ്രതീക്ഷ നിലനിൽക്കുന്നു. ഒരു കയർ വിണ്ടാലും മറ്റൊന്ന് നെയ്തെടുക്കാം എന്ന പ്രതീക്ഷയിൽ ആണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ 20-ആം നൂറ്റാണ്ട്.